ഹലോ, വെൽക്കം ബാക്ക് ടു അനിയമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരനാണ്. അടിപൊളി ടേസ്റ്റിൽ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരത്തോരൻ. സോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള ചീരയും പച്ചമുളകൊക്കെ പറിക്കാം. നമ്മളങ്ങനെ ചീരയും പച്ചമുളകൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീരയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. ഈ
ചീത്തയായിട്ടുള്ള ഇലകളൊക്കെ കളഞ്ഞ് പുഴുക്കുത്തുള്ള ഇലകളൊക്കെ കളഞ്ഞ് നല്ലതൊക്കെ ആക്കി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ തണ്ടും ഇലയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ തണ്ട് കുഞ്ഞതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചീരയും കട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ ചീരയുടെ ഇലയും തണ്ടും സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചതച്ചൊരു കൂട്ട് തയ്യാറാക്കണം. അതിനൊരു മിക്സറിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ ഒരു ബോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളതിലേക്ക് 7 വെളുത്തുള്ളി, 10 ചെറിയ ഉള്ളി, 5 പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു മൺചട്ടി സ്റ്റവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം അതിലൊഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നല്ല പോലെ ചൂടാവട്ടെ. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ ചീരയുടെ തണ്ടും ചീരയുടെ ഇലയും സെപ്പറേറ്റ്ലി ആണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തണ്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. തണ്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഞാൻ തണ്ട് നല്ല പോലെ വേവിച്ച് ഈ വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷം മാത്രമേ ഇല ഇട്ട് കൊടുക്കുക. ഇല മാത്രമാണെങ്കിൽ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. നല്ല പോലെ തിളക്കുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീരയുടെ തണ്ട് ഇട്ട് കൊടുക്കാം. നമ്മളങ്ങനെ ചീരയുടെ തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ അടച്ചു വെച്ച് വേവിക്കാം. ഈ തണ്ട് നല്ല പോലെ വേവട്ടെ. അതുപോലെ ഇതിലുള്ള വെള്ളമൊക്കെ നല്ല പോലെ വറ്റി ഇത് നല്ല പോലെ വേവട്ടെ. അതിനുശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം. ഈ ചീരയുടെ തണ്ടൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള വെള്ളമൊക്കെ വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിലുള്ള വെള്ളം നല്ല പോലെ വറ്റിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക്
ചീരയുടെ ഇല ഇട്ട് കൊടുക്കാൻ പാടുക, അല്ലെങ്കിൽ നമ്മുടെ ചീരയുടെ തോരൻ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കും. അങ്ങനെ ആവരുത്. പിന്നെ കട്ട് ചെയ്തിട്ട് ചീരയുടെ ഇല കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഡ്രൈൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. വെള്ളത്തോടു കൂടെ ഇടരുത്, അപ്പോൾ കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിങ്ങനെ വറുവറുന്നനെ വേണം നമ്മുടെ തോരന്. ഇനി നമ്മൾ അതിലേക്ക് തേങ്ങ ചതച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം ഇതിൽ പെട്ടെന്ന് ഉപ്പ് അധികമാകും. നമ്മൾ ഇത്രയും കൂടുതലുണ്ടോ വിചാരിച്ചിട്ട് അത്രയും ഉപ്പിട്ട് കൊടുക്കരുത്. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വളരെ കുറച്ചോളം ഉണ്ടാവുക. അപ്പം നമ്മൾ ഉപ്പ് വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് ടൈമൊന്നും വേണ്ട. നമ്മൾ ആ തേങ്ങ ചതച്ച കൂട്ടും ഈ ചീരയൊക്കെ പാടെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ചീരയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കണം. ആ ഒരു പാട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ആ ഒരു പച്ച വെളിച്ചെണ്ണ ടേസ്റ്റ് നല്ലപോലെ ഹൈലൈറ്റ് ചെയ്യും. അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ, അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. ഇനി നമുക്ക് ഈ ചീരത്തോരന് ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.